വാഴൂർ ചെങ്കൽ ഏഞ്ചൽസ് വില്ലേജിനോടനുബന്ധിച്ച് ഏഞ്ചൽസ് സെൻസറി പാർക്ക് തുറന്നു. ബുദ്ധിപരമായ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പാർക്കിൽ വ്യത്യസ്തങ്ങളായ ഇനം സാമഗ്രികൾ ഒരുക്കിയിട്ടുണ്ട്. മണലിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യം, സെൻസറി ഗുഹ, സെൻസറി പാത്വേ, ഫൗണ്ടൻ, വിവിധങ്ങളായ കളിയുപകരണങ്ങൾ ഇവയെല്ലാം പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും കുട്ടികളുമായി ഇവിടെ പാർക്കിലെത്താം. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 9 മണി വരെയും പാർക്കിൽ പ്രവേശനമുണ്ട്. പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ വിശിഷ്ടാതിഥികളെ ബാൻഡുമേളത്തിന്റെ അകമ്പടിയിലാണ് ഏഞ്ചൽസ് വില്ലേജിലെ കുട്ടികൾ സ്വീകരിച്ചത്. കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിപരമായി പരിമിതിയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് ഏവരുടെയും പിന്തുണ ആവശ്യമാണെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ഒരു സമഗ്രമായ വളർച്ചയുടെ കാണുന്ന ഡിഫറൻറ്റ്ലി ഉണ്ടായിട്ടുള്ള മക്കളുടെ ഓട്ടിസം പോലെയുള്ള പ്രതിസന്ധികളിൽ ആയിപ്പോയ കുഞ്ഞുങ്ങളെ അവർക്ക് ഒരുപാട് പ്രോത്സാഹിച്ചിട്ടുണ്ട്. അതൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഭ ഒരുക്കുന്ന വലിയൊരു സാമൂഹ്യ പരിവർത്തനയുടെ മുഖമാണ് ഏഞ്ചൽസ് വില്ലേജ്. അതിനിയും കുറേയേറെ കാലം യാത്ര ചെയ്യാറുണ്ട്. അതൊരു പാതിവഴിയിലാകുന്നത് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാൽ ഒരുപാട് കേരളത്തിലെവിടെയും കാണാത്ത വിധമുള്ള ഒരു സമഗ്രമായിട്ടുള്ള പരിശീലന പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു വലിയ കേന്ദ്രമായിട്ട് ഏഞ്ചൽസ് വില്ലേജ് മാറിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കും സഭയ്ക്കും പൊതുസമൂഹത്തിനും വലിയ അഭിമാനമാണ്. ഇനിയും നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഇനി മുമ്പോട്ട് പോകും. പ്രൊജക്റ്റിന്റെ മനസ്സിൽ ധാരാളം പദ്ധതികളുണ്ട്. മനസ്സിൽ പലപ്പോഴും സംസാരിക്കാറുള്ളതാണ്. അതെല്ലാം ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങേണ്ടതാണ്. സാമ്പത്തിക രംഗങ്ങളും അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ദൈവം വളരെ വ്യക്തികളോട് നടത്തുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപത പ്രോട്ടോസിഞ്ചലസ് ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ അധ്യക്ഷനായി. സിനിമാ താരം മീനാക്ഷി പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഏഞ്ചൽസ് വില്ലേജിൽ മുൻപ് എത്തിയ അനുഭവം മീനാക്ഷി പങ്കുവച്ചു. ഏഞ്ചൽസ് വില്ലേജ് ഡയറക്ടർ ഫാദർ റോയി മാത്യു വടക്കേൽ, വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ എസ് പുഷ്കലാദേവി, വെള്ളാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജലജ മോഹൻ, വാഴൂർ ബ്ലോക്ക് മെമ്പർ വി പി റിജി, റംഷാദ് റഹ്മാൻ, IDBI ബാങ്ക് ഡെപ്യൂട്ടി സോണൽ ഹെഡ് ടോമി സെബാസ്റ്റ്യൻ, സഞ്ജു ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. IDBI ബാങ്ക് കുട്ടികൾക്കായി നൽകിയ വീൽചെയറുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. കുട്ടികളുടെ വിനോദത്തിനും സെൻസറി ഡെവലപ്മെന്റിനും സഹായകമാകുന്നതാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് എന്ന് ഏഞ്ചൽസ് വില്ലേജ് ഡയറക്ടർ ഫാദർ റോയി മാത്യു വടക്കേൽ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾക്ക് വിനോദത്തിനും അവരുടെ സെൻസറി ഡെവലപ്മെൻറ്റിനും സഹായകമാകുന്ന ഒരു പാർക്ക് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബുദ്ധിപരമായ പരിമിതിയുള്ള ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു സെൻസറി സപ്പോർട്ടിങ്ങോട് കൂടിയ ഒരു ചിൽഡ്രൻസ് പാർക്ക് പണി പൂർത്തിയാക്കി ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പാർക്ക് സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള വിവിധ വിനോദ സാഹചര്യങ്ങളും വിനോദ ഉപകരണങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുക. മണലിൽ കളിക്കുവാനുള്ള അവസരമുണ്ട്, സെൻസറി ഗുഹയുണ്ട്, സെൻസറി പാത്വേ ഉണ്ട്, ഫൗണ്ടനുണ്ട്, ലൈറ്റിൻ്റെ വിവിധങ്ങളായ സംവിധാനങ്ങളുണ്ട്, വളരെ കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും ഉപകാരപ്രദമാകുന്ന വലിയ ഒരു സംവിധാനത്തോടു കൂടി ഒരു പാർക്കാണ് ക്രമീകരിച്ചിരിക്കുക. ഇത് ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല ജനറൽ പബ്ലിക്കിനും കൂടെ സഹായകമാകുന്ന വിധത്തിലാണ് ഈ പാർക്ക് ക്രമീകരിച്ചിരിക്കുക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.